ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. അങ്ങനെ പ്രഭാവതി ക്ഷണപ്രകാരം സ്വാമിജി അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അതേസമയം ഗായത്രി തൻ്റെ അരികിൽ വന്ന് ജാഗ്രതയോടെ ഇരിക്കാൻ പറയുന്നത് പോലെ പാർവതിക്ക് തോന്നുന്നു. രാവിലെ മുതൽ ഞങ്ങൾ സ്വാമിയെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തി തരണമെന്നും പ്രഭാവതിയും പ്രതാപനും കൂടി പറയുന്നു. ഞാൻ ഇങ്ങോട്ട് കാലെടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ പ്രതാപ. എൻ്റെ ആഗമനോദ്ദേശം തന്നെ അതല്ലേ, നമുക്ക് നോക്കാം. അങ്ങനെ സ്വാമിജി പടിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ പാർവിന് മനസ്സിൽ എന്തൊക്കെയോ തോന്നുകയാണ്. എന്തൊക്കെയോ ദുർനിമിത്തമാണല്ലോ തോന്നിക്കുന്നത്. പാർവിന് പെട്ടെന്ന് തന്നെ ഒരു ദിവ്യദൃഷ്ടി ഉണ്ടാവുകയാണ്. ചന്ദനവും കുങ്കുമവും കൂടി തൊട്ടിരിക്കുന്ന നെറ്റിയിൽ രക്തം പടരുന്നതായാണ് പാറു കാണുന്നത്. അതേസമയം തന്നെ സ്വാമിജിയും അകത്തേക്ക് വരുന്നു. സ്വാമിജിയുടെ നെറ്റിയിലെ ചന്ദനവും കുങ്കുമവും കണ്ടിട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതി. തുടർന്ന് പാറു പെട്ടെന്ന് തന്നെ സ്വാമിജിയുടെ അടുത്തേക്ക് പോകുമ്പോൾ പാറു തട്ടി വീഴാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ പാറുവിന്റെ കയ്യിലുള്ള പൂക്കളെല്ലാം സ്വാമിജിയുടെ ദേഹത്തേക്ക് വീഴുകയാണ്. ഇത് കാണുന്ന പ്രതാപനും പ്രഭാവതിയും കൂടി പാറുവിന്റെ നേരെ ദേഷ്യപ്പെടുമ്പോൾ പാറു സ്വാമിജിയോട് പറയുകയാണ്, താങ്കൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മടങ്ങിപ്പോകണം. താങ്കൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും മനക്കണ്ണി കണ്ടിട്ടുണ്ടെങ്കിൽ അത് അച്ചട്ടാണ് എന്നൊക്കെ പാറു പറയുമ്പോൾ സ്വാമി പറയുകയാണ്, എന്താണെങ്കിലും ഞാൻ ഇവിടുന്ന് പോകില്ല. എനിക്കെന്തെങ്കിലും ആപത്ത് വരുമെന്ന് കരുതി നീ സങ്കടപ്പെടേണ്ട ഒരാവശ്യവുമില്ലെന്ന് ആ സ്വാമി പറയുന്നു. തുടർന്ന് അകത്തേക്ക് പോകുന്ന സ്വാമി പ്രതാപനോട് പറഞ്ഞ് തൻ്റെ സഞ്ചിയിൽ നിന്നും ഭസ്മം എടുക്കുകയാണ്. ഭസ്മം കൊണ്ട് ഒരു വര വരച്ചിട്ട് സ്വാമി പറയുകയാണ്, ഞാൻ ഈ വരച്ച വരയിലുണ്ടല്ലോ, ആ പാർവതി വന്നു നിൽക്കണം. അങ്ങനെ അവൾ ഇവിടെ വന്ന് നിന്നാൽ 15 മിനിറ്റോളം അവള് എൻ്റെ ബന്ധനത്തിലായിരിക്കും. അവൾക്ക് അനങ്ങാനേ സാധിക്കില്ല. പാർവതി എൻ്റെ ബന്ധനത്തിലായി കഴിഞ്ഞാൽ പിന്നെ അവളെക്കുറിച്ചുള്ള സകല രഹസ്യങ്ങളും എനിക്കറിയാൻ സാധിക്കും. ഇത് കേൾക്കുന്ന പ്രതാപനും പ്രഭാവതിയും സന്തോഷത്തോടെ സ്വാമിജിയെ നോക്കുകയാണ്. പൂജാ സമയത്ത് എന്താണെങ്കിലും അവൾ ഇവിടെ എത്തിയിരിക്കും. പിന്നെ ഞങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവളെയും ഗായത്രിയെയും സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും ഞങ്ങൾക്കറിയണം. അത് ഞാൻ ഏറ്റെന്നും സ്വാമി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സ്വാമി അവിടെ ഒരു ചക്രം വരയ്ക്കുന്നതാണ്. അത് കണ്ടുകൊണ്ടുവരുന്ന പല്ലവി പറയുകയാണ്, ഷഷ്ടിപുറത്ത് ചടങ്ങിന്റെ പൂജയ്ക്കൊന്നും മുത്തശ്ശൻ ഇങ്ങനെ ചക്രം വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഈ സ്വാമിജി എന്ത് പൂജ ചെയ്യാനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? തുടർന്ന് പല്ലവി സ്വാമിജിയെ ചോദ്യം ചെയ്യുകയാണ്, ഞാനും മുത്തശ്ശന്റെ കൂടെ ഒരുപാട് ഷഷ്ടിപുറത്തി ചടങ്ങിന്റെ പൂജയ്ക്കൊക്കെ പോയിട്ടുള്ളതാ. ഇങ്ങനൊരു ചക്രം ഞാൻ വരയ്ക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ഇത് എന്ത് ചക്രമാണെന്ന് പല്ലവി ചോദിക്കുമ്പോൾ അത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രതാപനും പ്രഭാവതിയും സ്വാമിയും. തുടർന്ന് പല്ലവി അവിടെ നിന്ന് വഴക്കു പറഞ്ഞയക്കുകയാണ് പ്രഭാവതി. പിന്നീട് കാണിക്കുന്നത് ഇതേക്കുറിച്ച് ചിന്തിക്കുന്ന പല്ലവിയുടെ അടുത്തേക്ക് വിപിൻ വരികയാണ്. താൻ താഴെ കണ്ട കാര്യങ്ങളെല്ലാം വിപിനോട് പല്ലവി പറയുന്നു. എനിക്ക് തോന്നുന്നില്ല ആ സ്വാമിജി ശരിക്കുള്ളതാണെന്ന്, അയാൾ വ്യാജനാണെന്നാ എനിക്ക് തോന്നുന്നത്. വേണ്ടാത്ത പൂജയൊക്കെ ചെയ്യുകയാണെങ്കിലേ അത് കുടുംബത്തിലുള്ളവരെ ബാധിക്കുമെന്നും പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് പോകുമ്പോൾ ഇനി അയാൾ കള്ളനാണോ എന്ന് ചിന്തിക്കുകയാണ് വിപിൻ. പിന്നീട് കാണിക്കുന്നത് ഗാർഗി വിശാലിനെ പൂജയ്ക്കായി വിളിക്കാൻ മുറിയിലേക്ക് വരികയാണ്. നീ താഴേക്ക് പോയിക്കോ ഗാർഗി, അച്ഛനെ ഒരുക്കി ഞാൻ താഴേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന് വിശാൽ പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, അച്ഛനെ ഒരുക്കി ഇരുത്തിയിരിക്കുക, താഴേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി. അങ്ങനെ വിശാല് ഗോപിനാഥിനെ കൂട്ടാനായി പോകുമ്പോൾ അങ്ങോട്ടേക്ക് അച്ഛമ്മയും വരികയാണ്. മോനെ, ഗാർഗിയും കൂടി വരട്ടെ, 2 പേരുണ്ടെങ്കിൽ എളുപ്പമല്ലേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അച്ഛമ്മേ, ഞാൻ ഒറ്റയ്ക്ക് മതിയെന്ന് വിശാൽ പറയുന്നു. തുടർന്ന് വിശാൽ ഗാർഗിയോട് ചോദിക്കുകയാണ്, അച്ഛൻ്റെ അടുത്ത് തന്നെ അമ്മയ്ക്കുള്ള ഇരിപ്പിടവും തയ്യാറാക്കിയിട്ടുണ്ടോ? ഉണ്ട് ബ്രോ എന്ന് ഗാർഗി പറയുമ്പോൾ വിശാൽ പറയുകയാണ്, പാർവതി പറഞ്ഞത് ഉറപ്പായിട്ടും അമ്മ വരുമെന്നല്ലേ? അവൾ ഇപ്പോഴും അവളുടെ വാക്കിൽ കോൺഫിഡൻ്റ് ആണെന്ന് ഗാർഗി പറയുമ്പോൾ ഗോപിനാഥിനെ കൂട്ടാനായി മുറിയിലേക്ക് പോവുകയാണ് വിശാൽ. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയാണ്. ഗായത്രി ദേവി ചടങ്ങിന് വരുന്നതിനെ കുറിച്ചോർത്ത് പേടിയോടെ നിൽക്കുകയാണ് ജാസ്മിൻ. ഇനി ഗായത്രി ദേവി വന്നു കഴിഞ്ഞാൽ എൻ്റെയും വിശാലിൻ്റെയും വിവാഹം നടക്കാതിരിക്കാനായി അവൾ എന്തെങ്കിലും വഴി ചോദിക്കുമോ? എന്താണെങ്കിലും പൂജ തുടങ്ങുന്നതിന് മുമ്പ്, ഗായത്രി ദേവി വരുന്നതിന് മുമ്പ് പാർവതിയെ കൊല്ലാനുള്ള എന്തെങ്കിലും വഴി ആലോചിക്കണം. അതേസമയം ജാസ്മിനെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഗാർഗി വരികയാണ്. എന്താ ജാസ്മിൻ ആലോചിക്കുന്നത്? ഈ കുടുംബം എങ്ങനെ കുളം തൊണ്ടാമെന്നാണോ? എന്താടി നിനക്കെപ്പോഴും എന്നെക്കുറിച്ച് ഇങ്ങനത്തെ വിചാരമൊക്കെ ഉള്ളോ എന്ന് ജാസ്മിൻ ഗാർഗിയോട് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, എൻ്റെ ജാസ്മിനെ, എന്താണെങ്കിലും വിശാൽ ബ്രോയുമൊത്തുള്ള നിന്റെ വിവാഹം നടക്കാനേ പോകുന്നില്ല. വിശാൽ ബ്രോ പാർവതിയെ ഉപേക്ഷിക്കാനോ പാർവതി വിശാൽ ബ്രോയെ ഉപേക്ഷിക്കാനോ പോകുന്നില്ല. അപ്പോൾ അതിലും നല്ലത് നീ ഇവിടം വിട്ട് പോകുന്നതല്ലേ? നിന്റെ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് ഗാർഗി പറയുമ്പോൾ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻ.